അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുറൂസുൽ ഇഹ്സാൻ ആറാം ക്ലാസ്സിലെ മൂന്നാം പാഠം. ആറാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ മൂന്നാമത്തെ പാഠം അദ്ദർസു സാലിസു, പാഠം 3. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് പറയുന്ന ഒരു പാഠമാണ്. നമുക്ക് നോക്കാം അസ്മാഉൽ ഹുസ്ന എന്താണ്, അസ്മാഉൽ ഹുസ്നയുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വലില്ലാഹി അൽ അസ്മാഉൽ ഹുസ്ന. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവനുമായ അള്ളാഹുവിൻ്റെ നാമങ്ങൾ എത്ര പരിശുദ്ധമാണ്. പിറന്നു വീണ ഉടനെ നാം ആദ്യം കേൾക്കേണ്ടതും ദുനിയാവിൽ നിന്ന് പിരിയുമ്പോൾ അവസാനം ഉച്ചരിക്കേണ്ടതും അള്ളാഹു എന്ന നാമമാണ്. നമ്മുടെ നാവിലും കൽബിലും എപ്പോഴും അത് ഉണ്ടായിരിക്കണം. അള്ളാഹുവിന് സുന്ദരമായ 99 നാമങ്ങൾ ഉണ്ട്. അവ നാം മനപാഠമാക്കുകയും എന്നും ചൊല്ലി ദുആ ചെയ്യുകയും വേണം. അല്ലാഹു തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് സുന്ദരമായ പേരുകളുണ്ട്. അവ ഉപയോഗിച്ച് അവനോട് നിങ്ങൾ ദുആ ചെയ്യുക. അള്ളാഹുവിന് സുന്ദരമായ പേരുകൾ ഉണ്ട്. അവ ഉപയോഗിച്ച് അവനോട് നിങ്ങൾ ദുആ ചെയ്യൂ. അള്ളാഹുവിൻ്റെ അസ്മാ കൊണ്ട് ലഭിക്കുന്ന ചില ഗുണങ്ങൾ. 1. മനപാഠമാക്കിയവന് സ്വർഗം ലഭിക്കും. അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. ഇന്ന് നമുക്ക് അസ്മാഉൽ ഹുസ്ന ഏതൊക്കെയാണ് എന്ന് നോക്കാം. അൽ അസ്മാഉൽ ഹുസ്ന: അല്ലാഹ്, അർ റഹ്മാൻ, അർ റഹീം, അൽ മലികു, അൽ ഖുദ്ദൂസു, അസ്സലാമു, അൽ മുഅ്മിനു, അൽ മുഹൈമിനു, അൽ അസീസു, അൽ ജബ്ബാറു, അൽ മുതകബ്ബിറു, അൽ ഖാലിഖു, അൽ ബാരിഉ, അൽ മുസവ്വിറു, അൽ ഗഫാറു, അൽ ഖഹാറു, അൽ വഹാബു, അർ റസാഖു, അൽ ഫത്താഹു. ഇങ്ങനെ തുടങ്ങുന്ന 99 നാമങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. ഈ 99 പേരുകളും നാം കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഈ 99 നാമങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ നാമങ്ങളെക്കുറിച്ച് പറയുന്ന രൂപം നോക്കാം. ഈ നാമങ്ങൾ പഠിക്കുകയും പതിവായി ഉരുവിടുകയും ചെയ്ത അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടി സ്വർഗപ്രവേശനം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകതകളാണ്. അത് ഉരുവിട്ടാൽ തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ്. അത് ഉരുവിട്ട ശേഷം ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ ഈ അസ്മാഉൽ ഹുസ്നയ്ക്കുണ്ട്. ഇനി നമുക്ക് ഈ പാഠത്തിലെ ചില തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. ചോദ്യം 1. ഉത്തരം എഴുതുക. അതിൽ ഒന്നാമത്തെ ചോദ്യം: പിറന്നു വീണ കുഞ്ഞ് ആദ്യം കേൾക്കേണ്ട നാമം ഏത്? ഉത്തരം അല്ലാഹ്. ചോദ്യം 2. അള്ളാഹുവിൻ്റെ അസ്മാ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളിൽ 2 എണ്ണം എഴുതുക. അള്ളാഹുവിൻ്റെ അസ്മാ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങളിൽ 2 എണ്ണം എഴുതുക. ഉത്തരം: 1. മനപാഠമാക്കിയാൽ സ്വർഗം ലഭിക്കും. പ്ലസ് 2 എണ്ണം. രണ്ടാമത്തേത് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും.
ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അള്ളാഹുവിൻ്റെ അസ്മാഉകളിൽ നിന്ന് 10 എഴുതുക. അള്ളാഹുവിൻ്റെ അസ്മാഉകളിൽ നിന്ന് 10 എഴുതുക. നമ്മൾ നേരത്തെ അസ്മാഉൽ ഹുസ്നയുടെ രൂപം പറഞ്ഞിരുന്നു. വല്ലാഹു അർറഹ്മാനു അർറഹീമു അൽ മലിക്കു അൽ ഖുദ്ദൂസു അസ്സലാമു അൽ മുഅ്മിനു അൽ മുഹൈമിനു അൽ അസീസു അൽ ജബ്ബാറു അൽ മുതക്ബിറു അൽ ഖാലിഖു അൽ ബാരിഉ അൽ മുസവ്വിറു. ഈ അസ്മാഉൽ ഹുസ്നയിലുള്ള വളരെ പ്രധാനപ്പെട്ട പേരുകൾ അതൊക്കെ നാം കാണാതെ പഠിക്കുകയും വേണം. അസ്മാഉൽ ഹുസ്ന നമ്മൾ ഉരുവിട്ടാൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനും അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനും നമ്മുടെ ദുആ ഉത്തരം നൽകാനുമൊക്കെ കാരണമായി മാറും. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിലേക്ക് ഉന്നത വിജയം നേടാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.